കർത്താവിൻ്റെ തന്നെ തിരുനാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവേശുവിനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ ദൈവം ഒരുക്കി തരുന്ന നല്ല നിമിഷത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നിരന്തരമായി ലഭിക്കുന്ന ആത്മീയ ചിന്തകൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ, ബലമാകട്ടെ, ധൈര്യം പകരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ഒരാൾ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ശത്രുവിൻ്റെ പ്രവൃത്തികൾ ആ ഭവനത്തിൽ നീങ്ങി മാറും. അല്ലെങ്കിൽ ശത്രു അവിടെ പ്രവർത്തിക്കുവാൻ ഒരിക്കലും താല്പര്യപ്പെടത്തില്ല. പ്രാർത്ഥന ഒരു വലിയ കോട്ടയാണ്. പലപ്പോഴും നമുക്കറിയാം, പ്രാർത്ഥന ഒരു വലിയ കോട്ടയാണ്. ഈ ചിന്ത നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു അനുഗ്രഹമാകും. വിശുദ്ധ ബൈബിൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാമത്തെ അധ്യായം അതിന് 1-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം പ്രകാരമാണ്: ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ചടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവചന ചിന്തയാണിത്. ഇരട്ടി അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുകയും അതിനായി കാത്തിരിക്കുകയും അതിന് വില കൊടുക്കുകയും ചെയ്ത ഏലിയ പ്രവാചകന്റെ ശിഷ്യൻ എലീശയുടെ ശുശ്രൂഷ കാലഘട്ടം അതിശക്തമായി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിന്റെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ തനിക്ക് അനേക പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലൊരു വ്യക്തിയുടെ ഭവനത്തിൽ സംഭവിച്ച അല്പമല്ലാത്തൊരു ബുദ്ധിമുട്ടുകളെ ഒറ്റവാക്കിൽ വിശദീകരിക്കുന്നതാണ് ഈ ചാപ്റ്ററിന്റെ പ്രാരംഭ ഭാഗം. പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരിൽ ഒരുത്തി എലീശയുടെ അടുക്കൽ വന്ന് നിലവിളിക്കുകയാണ്: എൻ്റെ ഭർത്താവ്. അവൻ യഹോവ ഭക്തനായിരുന്നു, വിശുദ്ധനായ, പ്രാർത്ഥിക്കുന്ന, സാക്ഷ്യമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചക ശിഷ്യൻ. എന്നാൽ ഇപ്പോൾ ആ ഭവനത്തിന്റെ അവസ്ഥ, അദ്ദേഹം ജീവനോടെ ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മരണശേഷം 4-ാം അധ്യായം 1-ാം വാക്യം, ഒടുവിലത്തെ വാക്യം ഇപ്രകാരമാണ്. ഒടുവിലത്തെ ഭാഗം: ഇപ്പോൾ കടക്കാരൻ വന്നു. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ കടക്കാരൻ വന്നത്? തൻ്റെ പ്രിയപ്പെട്ടവൻ പ്രവാചക ശിഷ്യൻ മരിച്ച ശേഷം കടക്കാരൻ വന്നിരിക്കുകയാണ്. എന്താണ് അവൻ്റെ ഉദ്ദേശം? തൻ്റെ 2 മക്കളെ അടിമകളാക്കുവാൻ. ഇതിന്റെ പിമ്പിലെ ചരിത്രം നിങ്ങൾക്കറിയാം. കടഭാരമാണ് വിഷയം. കടഭാരം ഇദ്ദേഹം മരിച്ച ശേഷം വന്ന കടഭാരമല്ല, അതിനു മുമ്പേ ഉള്ള കടഭാരമാണ്. പ്രശ്നങ്ങൾ മുമ്പേ ഉണ്ടായിരുന്നു, എന്നാൽ ആ പ്രശ്നത്തിൽ കൂടെ കയറി വരുന്ന ശക്തി ദീർഘനാളുകൾ ചലിക്കാതെയിരുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ ആ ശക്തിയെ ചലിക്കുവാൻ അനുവദിക്കാതിരുന്നത്? ഒറ്റ വാക്ക് ഞാൻ പറയാം: ആ പ്രവാചക ശിഷ്യന്റെ വിശുദ്ധിയുള്ള, പ്രാർത്ഥനയുള്ള ഒരു ജീവിതം. ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ ഒരാളുണ്ടെങ്കിൽ, ഇനി എത്ര വലിയ പ്രതിസന്ധിക്കകത്തൂടെ നിങ്ങൾ കടക്കേണ്ടി വന്നാലും ശത്രു നിങ്ങളെ വിട്ട് അകലം നിൽക്കും, നിങ്ങളുടെ അടുക്കലേക്ക് വരത്തില്ല. കാര്യം, പ്രാർത്ഥനയുടെ ഒരു വലിയ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ഭവനത്തിലുള്ളത് കൊണ്ട് ഒരു ശത്രുവിനും അവകാശം പറഞ്ഞ് കയറി വരാൻ കഴിയത്തില്ല. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യ പ്രകാരമാണ് കാണുന്നത്: തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫിലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ. അബ്രഹാം ജീവനോടെ ഇരുന്ന ഒരു കാലഘട്ടം ആ കിണർ നികത്തുവാൻ ഒരിക്കലും ഫിലിസ്ത്യ ശക്തികൾക്ക് കഴിഞ്ഞില്ല. അതിനവർ കാത്തിരുന്നു. എപ്പോൾ വരെ കാത്തിരുന്നു? അബ്രഹാം മരിക്കുന്നത് വരെ കാത്തിരുന്നു. അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞേ, വിധവയുടെ വീട്ടിൽ കടക്കാരൻ കയറി വന്ന് തൻ്റെ 2 മക്കളെ അടിമകളാക്കുവാൻ ഭാവിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതുവരെ ഇത് നീ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, ആ ഭവനത്തിൻ്റെ അകത്ത് ഒരു പ്രാർത്ഥനയുടെ, ആരാധനയുടെ, ദൈവ സാന്നിധ്യത്തിൻ്റെ മുഴക്കം. അതെ, ഞാൻ ഇന്ന് പകലത് ഇപ്രകാരമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്: പ്രാർത്ഥിക്കുന്നവൻ
ശത്രുവിൻ്റെ പ്രവൃത്തികളെ അകറ്റി നിർത്തും. കാര്യം നിന്റെ ഭവനത്തോട് അടുത്ത് വരാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അപഹരിക്കുവാൻ ശ്രമിക്കുന്നത്, ഇല്ലാതാക്കുവാൻ, നശിപ്പിക്കുവാൻ, തലമുറകളെ, വാഗ്ദത്ത സന്തതികളെ അടിമകളാക്കി കൊണ്ടുപോകുവാൻ, ഇതൊക്കെയാ ശത്രുവിൻ്റെ പദ്ധതി. പക്ഷെ പ്രാർത്ഥിക്കുവാൻ ആ വീട്ടിൽ അബ്രഹാം ഉണ്ടായിരുന്നു, വില കൊടുക്കുവാൻ ആ വീട്ടിൽ അബ്രഹാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നീ അനുഭവിക്കുന്ന നന്മയുടെ ഉറവുകളെ അടച്ചു കളയുവാൻ ഫിലിസ്തീന് കഴിഞ്ഞില്ല. അതിന് ദീർഘനാളുകൾ എന്ന് പറഞ്ഞാൽ അബ്രഹാം മരിച്ച ശേഷമാണ് അവർക്കത് മൂടിക്കളയുവാൻ കഴിഞ്ഞത്. എന്താ ഇന്ന് പകൽ ഞാൻ പറയുന്ന സന്ദേശം എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുവാൻ ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടെങ്കിൽ, ഇടവിൽ നിൽക്കുവാൻ, കരയുവാൻ, നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരമായി അപേക്ഷിക്കുവാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിന്നെ തൊടുക അസാധ്യമാ. ഒന്നുകൂടെ പറഞ്ഞാൽ, ശത്രുവിന് നിന്നെ തൊടുക അസാധ്യമാ. അതെ, ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ എവിടെയാണ് വെല്ലുവിളി കയറി വന്ന് നിൽക്കുന്നത്? എവിടെയാണ് പോരാട്ടം കയറി വന്ന് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്നലെ വരെ വെളിപ്പെടാതെ നിന്ന ശക്തികൾ ഇന്ന് നിനക്ക് നേരെ കയറി വന്ന് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? എവിടേക്കോ പ്രാർത്ഥിക്കുന്നവർ, എവിടേക്കോ ഇടിവിൽ നിൽക്കുന്നവർ, എവിടേക്കോ കണ്ണുനീരോടെ അവകാശത്തെ നൽകത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചവർ എവിടേക്കോ നഷ്ടപ്പെട്ടു. അതെ, അങ്ങനെ ഒരു ജീവിത അനുഭവത്തിലാ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ഓടി പ്രാർത്ഥനാ മുറിയിലേക്ക് മടങ്ങിവ. നീ പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ നിന്റെ വാഗ്ദത്തത്തെ അവകാശമാക്കുവാൻ, നിന്റെ വാഗ്ദത്തത്തെ നശിപ്പിക്കുവാൻ ഒരിക്കലും ഒരു ശത്രുവിനെയും എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യേശു കർത്താവിൻ നാമത്തിൽ ഞാൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അവകാശങ്ങൾക്ക് നേരെ ആധിപത്യം പറയുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അകന്നു മാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ദൈവിക സമാധാനം ഈ മക്കളുടെ ഭവനങ്ങളിൽ നിറഞ്ഞു വരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.